ഈ മാറ്റം ഇപ്പം നമ്മൾ ഈ കണ്ടിട്ടുള്ള ഈ മന്ത്രിയുടെ റിസഗ്നേഷൻ ഇത് ഇനിയും തുടരും. ഇന്നത്തെ ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് നിൽക്കുന്ന നല്ലൊരു ശതമാനം രാഷ്ട്രീയക്കാർ മാറി നിൽക്കണം. ഇവർ ടെറിട്ടറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, ഈ ടെറിട്ടറി ഉണ്ടാക്കിയെന്ന് വെറും റിബൺ കൊണ്ടാണ്, അല്ലാതെ മെറ്റൽ ബാരിയർ കൊണ്ടോ അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടോ ഒന്നുമല്ല. ഇന്നത്തെ സമൂഹത്തിന് ഒന്ന് സമാധാനം വേണം, രണ്ട് അവർക്ക് പ്രോഗ്രസീവ് ഇന്ത്യനെയാണ് ആവശ്യം, നോട്ട് ദി പാസ്റ്റ് ഇന്ത്യ. പൊളിറ്റിക്കൽ അസൈലത്തിൽ നിന്നും നമ്മൾ രക്ഷ നേടണം, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അവരവരുടെ അവകാശത്തിനാണ് പോരാടിയത്. കേരളത്തിലും അത് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. ഒരു സ്ക്വയർ ഫീറ്റിന് 25 രൂപ കൊടുത്താലേ ഞങ്ങൾക്ക് ഫാക്ടറി ലൈസൻസ് കിട്ടൂ. ഇന്ന് ആ ഓഫീസ് ഏതൊരു ഓഫീസറും ആവട്ടെ വാ തുറക്കുകയില്ല, അവന് പേടിയാണ് കൈക്കൂലി വാങ്ങിക്കാൻ. അതെന്തേ? ജെൻസി മൂവ്മെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തമിഴ്നാട്ടിലുള്ള വേറൊരു BJP യുവ നേതാവ് അണ്ണാമലൈ പാർട്ടി മാറി. അതെന്തുകൊണ്ടാണ്? ആക്സ് ന്യൂസിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ ജാഫർ ഷെരീഫാണ്. അദ്ദേഹം തൃശ്ശൂരാണ് കുടുംബപരമായിട്ടുള്ള സ്ഥലം. MBA പഠിച്ച ശേഷം ബിസിനസ് ചെയ്തു. MBA പഠിച്ച ശേഷം ബിസിനസ് ചെയ്യുമ്പോൾ കുറേ പണമുണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല ജാഫർ ഷെരീഫിൻ്റെ ഉദ്ദേശം. പകരം കുറേയധികം ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതായിരുന്നു. സാധാരണ എല്ലാവരും MBA പഠിക്കാൻ വരുന്നത് അത് കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് കിട്ടണം, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ള ഉദ്ദേശം. പക്ഷേ ജാഫർ ഷെരീഫ് MBA പഠിച്ചത് അതിന് ശേഷവുമൊക്കെ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതായിരുന്നു. 2020 വർഷമാകുമ്പോൾ 2020 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം നേടി. അതിനുശേഷം ഇന്ന് 2026 എത്തുമ്പോഴത്തേക്കും ഏകദേശം 7000 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു ബിസിനസ്സുകാരൻ എന്ന് വേണേൽ പറയാം ശ്രീ ജാഫർ ഷെരീഫ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് 2010 MBA പാസ്സായി TKM കോളേജിൽ നിന്ന്. അതിനുശേഷം ഇപ്പോൾ 7000 പേർക്ക് ജോലി കൊടുക്കുന്ന ആളാണ് ശ്രീ ജാഫർ ഷെരീഫ്. ആദ്യം ജാഫർ ഷെരീഫിനോടുള്ള എൻ്റെ ഒരു ചോദ്യം, പാറ്റ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് ഇപ്പോൾ തിരിച്ചു വന്നതാണല്ലോ. അതെ അതെ. അപ്പോൾ ഡൽഹിയിൽ പോയി പാറ്റ ജനതാ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിൽ നിന്നും ഈ പാറ്റ സമരം എന്നാണല്ലോ അതിന് പൊതുവേ പറയുന്നത്. അപ്പോൾ ഈ പാറ്റ സമരം കൊണ്ട് ഇനി ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? ആക്ച്വലി എന്തുകൊണ്ടാണ് ഞാനത് പോയെന്നുള്ളതാണ് ആദ്യത്തെ. അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തോളം സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കണ്ടപ്പം എൻ്റെ ഒരു 20 വയസ്സുകാരൻ അല്ലെങ്കിൽ 22 വയസ്സുകാരൻ എങ്ങനെ ചിന്തിക്കുന്നതാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത്, യൂഷ്വലി ഏതൊരാളുടെ കരിയറിലും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരും. ഒരു കരിയറിൽ എത്തിക്കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഒരു 30 വയസ്സാവാം, 35 വയസ്സാവാം, അല്ലെങ്കിൽ 40 വയസ്സാവാം. അതൊരു സിറ്റുവേഷനാണത്. അപ്പം ആ ഒരു മൊമെൻറ്റ് 35 40 വയസ്സിലാണ് സാധാരണ ആൾക്കാർക്ക് കണ്ടു തുടങ്ങുന്നത്. ഇത് ഈ പാവം 18 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 20 വയസ്സുള്ള ആ യുവാക്കൾക്ക് വരിക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മാനസിക വിഷമം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ നിന്നാണ് ഞാൻ ആ നിന്ന നിപ്പിന്, അതായത് ഞാൻ കൂടുതൽ ആരെയായിട്ടും ചർച്ച ചെയ്തില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് റിയാസ് ഹക്കീം, നജീബുക്ക ഇല ഫൗണ്ടേഷൻ. ഞങ്ങൾ 3 പേരും ഒരു മെസ്സേജിലൂടെ, ഫോൺ പോലും വിളിച്ചില്ല, ഒരു മെസ്സേജിലൂടെ ചാറ്റ് ചെയ്യലും അടുത്ത ഫ്ലൈറ്റിൽ ഡൽഹിയിൽ എത്തുകയാണ് ചെയ്തത്. ഇത് ബേസിക്കലി നമ്മുടെ ഇടയിൽ എപ്പോഴും പറയും, ജെൻസികളെല്ലാം ഇൻസ്റ്റാഗ്രാമിലാണ്. ഇവർ ശരിക്കും ഇന്ത്യയുടെ അൽഗോരിതമാണ് മാറ്റിക്കളഞ്ഞത്. അതായത് മെറ്റാനെ വരെ ഞെട്ടിച്ച് ഇന്ത്യയുടെ അൽഗോരിതം മാറ്റിക്കളഞ്ഞു. അപ്പം അവർക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു മാനേജ്മെൻറ്റ് തോട്ടുണ്ട്. അതായത് നമ്മൾ പല തരത്തിലുള്ള ലീഡർഷിപ്പ് സ്കില്ലും അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലീഡർഷിപ്പിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു സിറ്റുവേഷൻ ലീഡർഷിപ്പാണ് ഇവോൾവ് ആയത്. അത് ദർ ഈസ് നോ ടൈറ്റിൽ ഫോർ എനിബഡി. അവിടെ ചെന്ന് കാണുമ്പോൾ ഇന്ന് നമ്മൾ മീഡിയയിലൂടെ അല്ല അതിനെ കാണേണ്ടത്. അത് ബെയർ ഫൂട്ടിൽ റിയൽ ടൈം ആ സിറ്റുവേഷൻ കണ്ടാലാണ് എന്താണ് സിറ്റുവേഷൻ ലീഡർഷിപ്പ് എന്ന് മനസ്സിലാവുക. ഈ ഒരു
പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പോർഷൻ അഗ്രസീവായി കഴിഞ്ഞാൽ ജന്തർ മന്ദറിൽ ഏതെങ്കിലും ഒരു പോർഷൻ അഗ്രസീവ് ആയാൽ ഓട്ടോമാറ്റിക്കലി ഒരു സെറ്റ് ഓഫ് ലീഡർഷിപ്പ് ഇവോൾവ് ആവുകയും അവരെ കൺസോൾ ചെയ്യിപ്പിക്കുകയും അതിലും നിന്നിട്ടില്ലെങ്കിൽ പോലീസല്ല വരുന്നത്, അവർ നാഷണൽ ആന്തമാണ് പ്ലേ ചെയ്യുക. നാഷണൽ ആന്തം പ്ലേ ചെയ്ത് കഴിയുമ്പോൾ വളരെ സെൻസിബിളായിട്ട് റെസ്പോൺസിബിളായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അറ്റൻഷനിലായിട്ട് നിന്ന ഒരു ജനതേനെയാണ് എനിക്കവിടെ കാണാൻ പറ്റിയത്. ഇവർക്ക് എന്ത് മൂവ്മെൻറ്റാണ് കൊണ്ടുവരിക എന്ന് പറയാനുള്ളത് വരും തലമുറ അല്ലെങ്കിൽ വരും തലമുറകളെ കണ്ടുപഠിക്കേണ്ട ജനതയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇന്നത്തെ നമ്മൾ പറയുമല്ലോ പഴയ തലമുറയെ നമ്മൾ കണ്ടുപഠിക്കണമെന്ന്, ആക്ച്വലി അവരത് തിരുത്തി. പഴയ തലമുറ അവരെ കണ്ടു തന്നെ പഠിക്കണം. അവരുടെ ഉത്തരവാദിത്വം അവിടെ ഒരു മൈക്രോ മാനേജ് ചെയ്തിട്ട് അവിടെ ഒരു അമീബ മാനേജ്മെൻറ്റാണ് അവിടെ നടന്നത്. അവിടെ ഒരുപാട് ജനങ്ങൾ ഒത്തുകൂടിയിട്ട് ഇവഞ്ച്വലി അവർ അമീബകളായിട്ട് തിരിയാണ് ചെയ്തത്. പല ആൾക്കാർ പല ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഓരോ ആക്ടിവിറ്റീസ് വോളണ്ടിയർലി, ആരും പറഞ്ഞിട്ടൊന്നുമില്ല, അവിടെ ഒരു ലീഡ് ചെയ്യാനായിട്ട് ഒരാളില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് വളരെ സൈലൻ്റായിട്ട് ഈ ഒരു മൂവ്മെൻറ്റിനെ അവർ കൊണ്ടുപോയത്. അപ്പം ഈ ജെൻസി എന്ന് പറയുന്ന യുവാക്കളെ ലിസൺ ചെയ്താൽ മാത്രം മതി ഇന്ത്യക്ക് ഒരു ഗുഡ് ഗവേണൻസ് കിട്ടും. അവരെ ലിസൺ ചെയ്താൽ മതി. അവരൊരു കാരണവശാലും, കാരണം ഈ യുവാക്കളുടെ വോയിസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വർഗീയതയല്ല, അവരുടെ രോഷമാണ് അവർ പറയുന്നത്. അത് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളത്തെ തലമുറ കാണില്ല. ഓക്കെ, അവരെവിടെ പോകും? അപ്പം എന്താണ് നമ്മൾ നാളെ ഇന്ത്യക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ലീഡർഷിപ്പ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. ജാഫർ പറഞ്ഞല്ലോ, ഇതുവരെ മുതിർന്നവരെ കണ്ടുപഠിക്കുക, പരിചയസമ്പന്നരെ കണ്ടുപഠിക്കുക. പരിചയസമ്പന്നർ, അതായത് എക്സ്പീരിയൻസ് ഉള്ളവർ, കൂടുതൽ പ്രായമുള്ളവർ കാര്യങ്ങൾ തീരുമാനിക്കുക, അവർക്കാണ് കൂടുതൽ വിസ്ഡം, കൂടുതൽ അറിവ് എന്നൊക്കെയാണ് ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഇപ്പോൾ ഈ ജെൻസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 29 വയസ്സ് വരെ ഉള്ളവരാണല്ലോ. 1997 മുതൽ ജനിച്ചവരെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു 29 വയസ്സ് വരെയുള്ള ആൾക്കാർ, അതിൽ കുട്ടികൾ തുടങ്ങി ഉള്ള ആൾക്കാരാണ് ഇവിടെ ആ ഒരു പ്രതിഷേധത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്, അല്ലെ അതിൽ സിറ്റുവേഷൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ പ്രായമായവർ ഈ കുട്ടികളെ കണ്ട് പഠിക്കണം എന്നുള്ള ആ ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയും അങ്ങനെയാണല്ലോ, മാറുന്ന ടെക്നോളജി, AI എന്നൊക്കെയുള്ള. പഴയ ആൾക്കാർക്ക് ഈ ടെക്നോളജി പരിപാടിയൊന്നും വലിയ വിവരമൊന്നുമില്ല. ഇപ്പം നന്നായിട്ട് കമ്പ്യൂട്ടറിലെ കേപ്പബിലിറ്റി, മൊബൈൽ സ്മാർട്ട് ഫോണിലെ കേപ്പബിലിറ്റി ഫുള്ളി യൂസ് ചെയ്യാനൊന്നും പഴയ തലമുറയ്ക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഈ പുതിയ കുട്ടികൾ ഇന്ത്യയെ നയിക്കുകയാണെങ്കിൽ, എല്ലാ വിധത്തിലും നയിക്കുകയാണ്. ടെക്നോളജിയിൽ എന്താണെന്ന് തീർച്ചയായിട്ടും ഈ ചെറുപ്പക്കാർ നയിക്കുന്നുണ്ട്. ബിസിനസ് ഫീൽഡ് സ്റ്റാർട്ടപ്പായിട്ട് കുറേ ഈ ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികളൊക്കെ നയിക്കുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിലേക്കും ഈ ഒരു നേതൃത്വം വന്നാൽ അത് ഇന്ത്യക്ക് ഭാവിക്ക് നല്ലതായിരിക്കുമോ, അതോ ഇതിൻ്റെ ഒരു മിക്സ് വേണോ? അതായത് പരിചയമുള്ളവരും അതുപോലെ ഈ ചെറുപ്പക്കാരുടെ അതിൻ്റെ ഒരു മിക്സ് ആയിരിക്കുമോ നല്ലത്? അതായത് ഇതിനകത്ത് ഒബ്വിയസ്ലി ഇതിൻ്റെ ഒരു റൈറ്റ് ബ്ലെൻഡാണ് നമുക്ക് വേണ്ടത്. അതായത് ഇപ്പം സമ്പന്നമായിട്ടുള്ള, അതായത് എക്സ്പീരിയൻസ്ഡ് ജനറേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു 40+ ഒരു 50+ ആയിട്ടുള്ള ആൾക്കാർ, അതിനകത്ത് നമുക്ക് ഒരുപാട് വിഷണറികളെ കാണാൻ പറ്റും. ഒരു ദീർഘദൂര ചിന്താഗതിയുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ള ജെൻസിക്ക് അവർക്ക് വിഷണറീസ് അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് ടു മൂവ് ഓൺ. അപ്പോൾ ഒരു നല്ലൊരു വിഷണറി ഇവരുടെ സജഷൻ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ ഓഫ് ജെൻസി ആൻഡ് പഴയ ലീഡർഷിപ്പും വളരെ നല്ലൊരു ബ്ലെൻഡായിരിക്കും യുവ ഇന്ത്യനെ സൃഷ്ടിക്കാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖല തമിഴ്നാട്ടിൽ തിരുപ്പൂർ എന്ന് പറഞ്ഞൊരു എക്സ്പോർട്ട് ഹബ്ബുണ്ട്. അവിടെ ട്രൈക്കോ ഗ്ലോബൽ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോംസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വി ആർ ഇൻ ടു അപ്പാരൽ എക്സ്പോർട്ട്. അപ്പോൾ ഈ ഓരോ ഗ്ലോബൽ സമ്മിറ്റിന് നമ്മൾ പോകുമ്പോൾ ഈ ഇന്ത്യനെ ഹൈലൈറ്റ് ചെയ്തത് ഇന്ത്യയുടെ യുവാക്കളെ. അതായത് ഇന്ത്യ ഹാസ് ഗോട്ട് യൂത്ത്, ദാറ്റ് ഈസ് ദി പവർ ഓഫ് ഇന്ത്യ എന്ന്. ആ യൂത്താണ് കഴിഞ്ഞ ആഴ്ച
നമ്മൾ തെരുവിലിടുന്ന അടി കൊള്ളുന്ന കാണേണ്ട അവസ്ഥ വന്നത്. അപ്പം നമ്മൾ ഈ യുവാക്കളെ പറ്റി ഒരുപാട് പ്രൈഡ് ആവുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവർക്ക് അവസരം കൊടുക്കണം. നോട്ട് ജസ്റ്റ് ഇൻ ഒരു പ്രൈവറ്റ് സെക്ടറിലും മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊളിറ്റിക്സിൽ അവസരം കൊടുക്കണം. ഇന്നത്തെ ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് നിൽക്കുന്ന നല്ലൊരു ശതമാനം രാഷ്ട്രീയക്കാർ മാറി നിൽക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജെൻസിയുടെ ലാംഗ്വേജ് ഉണ്ടല്ലോ, അവരുടെ തോട്ട് പ്രോസസ്സ് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് വേറെ ഒരു സെർച്ച് എൻജിൻ വേണം, അല്ലെങ്കിൽ വേറൊരു കൈൻഡ് ഓഫ് പ്രോസസ്സർ വേണം. അപ്പം അത് പറ്റുന്ന ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ ജെൻസി പ്ലസ് സീനിയർ ലീഡർഷിപ്പ് വിൽ വർക്ക്. ഇന്ത്യക്ക് അത് തന്നെയാണ് ആവശ്യം. ഓക്കെ. ഈ ജന്തർ മന്ദറിൽ ഒരു സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ജനക്കൂട്ടം എന്ന് പറയുന്നത്, കാരണം സംഘടന ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ഒരു അവിടുന്ന് ഇപ്പം ജാഫർ തന്നെ ഇവിടുന്ന് ഡൽഹിക്ക് പെട്ടെന്ന് പോയി. അങ്ങനെ പല നാട്ടുകളിൽ നിന്നും അങ്ങനെ പലരും ഇങ്ങനെ വന്നിട്ടുണ്ടാകുമല്ലോ. ഇതിനൊരു എനിക്കും അതിൽ പങ്കുചേരണം, എൻ്റെ ഒരു അതിനോടുള്ളൊരു ഐക്യദാർഢ്യം അവിടെ പോയി തന്നെ പ്രഖ്യാപിക്കണമെന്ന് തോന്നിയ കുറേയധികം ആളുകൾ അവിടെ ഒരുപാട്. അതെ, അപ്പോൾ അതൊരു മോബായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ മോബ് എന്ന് പറയുന്നത് പലപ്പോഴും പെട്ടെന്ന് അതിനെ സ്വേ ചെയ്യുകയും പലപ്പോഴും അത് പല വയലൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റ് മാർച്ച് നടന്ന അന്ന് കുറച്ച് വയലൻസ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കുറേ വിഷ്വൽസൊക്കെ നമുക്കിപ്പം മീഡിയയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ വയലൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സിറ്റുവേഷൻ ലീഡർഷിപ്പിനെ പറ്റി പറഞ്ഞല്ലോ. അവിടുത്തെ സിറ്റുവേഷൻ ലീഡർഷിപ്പ് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു അല്ലെങ്കിൽ സ്വീകരിക്കാമായിരുന്നു? സർ, അതായത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന 2 ദിവസമാണ് ബേസിക്കലി. അതായത് ഈ സെൻട്രൽ മിനിസ്ട്രി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്ത അന്നും അതിൻ്റെ തലേന്നും ഈ 2 ദിവസത്തെ കോണ്ടെക്സ്റ്റാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ എന്നെ വളരെ ആകർഷിച്ച ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്കൊരു എല്ലാവരും ചിന്തിക്കും ജൻസികൾ മുതിർന്നവരെ അംഗീകരിക്കുമോ, മുതിർന്നവരെ അനുസരിക്കുമോ എന്ന്. അവർ ശരിക്കും ശ്രദ്ധിക്കും, അവർ ഫോളോ ചെയ്യും. അതായത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു, അതായത് സിഖ് വാരിയേഴ്സ്, അവരൊരു പേരുണ്ട്, നിരങ്കാരി സിഖ്. അവർ ഈ ഒരു സിഖ് പെങ്കൊച്ചിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു കരച്ചിൽ കേട്ടിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കണം, തല്ലുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിത്തിരിച്ചത്. ഇവർ വന്നു ജന്തർ മന്ദറിലെ ഓരോ ജംഗ്ഷനിലും എവിടേക്കാണോ പോലീസ്, അല്ലെങ്കിൽ ഡൽഹി പോലീസ് ആവട്ടെ, RAF ആവട്ടെ, സെൻട്രൽ ഫോഴ്സ് എവിടേക്കാണ് ലാത്തിയും ബാരിക്കേഡും വെച്ചിട്ടുള്ളത്, അവിടെ അവർ വന്നിട്ട് ഒരു ടെറിട്ടറി ഉണ്ടാക്കി. അതും 10-100 പേരൊന്നുമല്ല, ഒരു ടെറിട്ടറിക്കകത്ത് ആകെ 12 പേരേ ഉള്ളൂ. അങ്ങനെ 3, 4, 5 പോയിൻറ്റ്സിൽ അവർ കൂടി ടെറിട്ടറി ഉണ്ടാക്കിയിട്ട് പോലീസിനോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് കയറരുത്, ആ പിള്ളേരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടും കയറരുത്. അപ്പോൾ വെൻ ആൻ അതോറിറ്റി അണ്ടർസ്റ്റാൻഡിങ്, ആ ജെൻസീനെ മനസ്സിലാക്കിക്കൊണ്ടൊരു അതോറിറ്റി ക്രിയേറ്റ് ചെയ്ത് അവിടെ വന്ന് അവരെടുത്ത് അഡ്വൈസ് ചെയ്തപ്പോൾ ഇവർ ടെറിട്ടറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. ഈ ടെറിട്ടറി ഉണ്ടാക്കിയെന്ന് വെറും റിബൺ കൊണ്ടാണ്, അല്ലാതെ മെറ്റൽ ബാരിയർ കൊണ്ടോ അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടൊന്നുമല്ല. ആ റിബൺ വേണമെങ്കിൽ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് വന്ന് കീറാം. അവരത് കീറാതെ ഒരു 100 അല്ലെങ്കിൽ 500 കണക്കിന് ആൾക്കാർ ചുറ്റും നിൽക്കുന്നൊരു സ്ഥലം അവർ പ്രൊട്ടക്റ്റ് ചെയ്യാമെങ്കിൽ ഇത് ഏറ്റവും വലിയൊരു ലെസൺ ആണല്ലോ. ജെൻസി എന്ന് പറയുന്ന അവർ ലിസൺ ചെയ്യും. ഈ സിറ്റുവേഷൻ ലീഡർഷിപ്പ് വരുന്നത് ഇങ്ങനെയാണെന്നും അവർക്ക് ഒബേ ചെയ്യാൻ അറിയാമെന്നുള്ള ഏക തെളിവാണത്. ഓക്കെ. ഈ പാർലമെൻറ്റ് മാർച്ച് എന്ന് പറയുന്നത് ഒരു കൺസേണോടുകൂടി, അല്ലെങ്കിൽ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം ഇന്ത്യയിലുണ്ട്. അതിൻ്റെ കാരണം 1966 ഒരു പാർലമെൻറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ അന്ന് ഇതുപോലെ കണ്ണീർവാതക പ്രയോഗവും അതുപോലെ വെടിവെപ്പ് ഉണ്ടായിട്ട് 8 പേര് മരിച്ചു. പ്രതിഷേധക്കാർ 8 പേര് മരിച്ചു. അന്ന് അവർ ഇന്ത്യ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 48 നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടമായിരുന്നു. ഓക്കെ. അപ്പോൾ അന്ന് 8 പേര് മരിച്ചു. അന്നത്തെ 1966 നവംബർ 7 അന്നത്തെ ഹോം മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി നന്ദ രാജിവെക്കുകയും ചെയ്തു. ഈ ഒരു പാർലമെൻറ്റ് മാർച്ച്
ഒരു അക്രമം ഉണ്ടായതിൻ്റെ പേരിൽ. പിന്നീട് 2001 ഒരു ടെററിസ്റ്റ് 5 പേര് വന്നിട്ട് പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്ത് അന്ന് 8-9 പേരോളം ഒരു ഗാർഡനർ ഉൾപ്പെടെ തോട്ടക്കാരൻ ഉൾപ്പെടെ എന്നെ വെടിവെപ്പ് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 2023 ഇതുപോലെ അവിടെ ഈ വിസിറ്റേഴ്സ് ഗാലറിയിൽ കയറി എന്തോ സ്മോക്ക് കാനിസ്റ്റർ പൊട്ടിക്കുകയൊക്കെ. അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു നിരോധിത മേഖല പോലെ അവിടത്തേക്ക് പ്രൊട്ടസ്റ്റ് മാർച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ള ഗവൺമെൻറ് തീർച്ചയായിട്ടും അത് തടയാൻ വേണ്ടിയുള്ള എന്തൊക്കെ നടപടികളാണ് വേണ്ടത് അതൊക്കെ എടുക്കുക എന്നുള്ളതുണ്ട്. അതെ. അപ്പോൾ ഈ പാർലമെൻറ്റ് മാർച്ച് എന്ന് പറയുന്നത് ഇത്രയും ഹിസ്റ്ററിയുള്ള ഒരു വയലൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മുമ്പ് ഇത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രി തന്നെ ഇതിൻ്റെ പേരിൽ പാർലമെൻറ്റ് മാർച്ചിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ പാറ്റ ജനതാ പാർട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് പോയത്? അതായത് ഇതിൻ്റെ ഈ പാറ്റ പാർട്ടി അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് രണ്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നീറ്റാണോ അതിൻ്റെ ബേസ് ലൈൻ, അതോ ചിന്തിക്കേണ്ടത് പാരൻസ് ആണോ? അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് രണ്ടാമത് അറ്റംപ്റ്റ് വരുന്നു, അല്ല അറ്റംപ്റ്റ് ചെയ്യുന്നു, അത് ലീക്കായി എന്നുള്ളതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ തോൽവി നേരിട്ട വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ പാരൻസിന് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദ പാരൻറ്റിങ് സൈഡ്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റാണ് ആ രോഷമായിട്ട് പാർലമെൻറ്റിലോട്ട് വന്നത്. ഓക്കെ, ആക്ച്വലി അത് അഗ്രവേറ്റ് ചെയ്തിരുന്നെങ്കിൽ, ആ ഒരു പാർലമെൻറ്റ് പ്രക്ഷോഭം അഗ്രവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ വരുന്ന തലമുറയ്ക്ക് അതൊരു നെഗറ്റീവ് മാർക്കായിട്ട് വന്നേനെ. കാരണം സമൂഹം നമ്മുടെ ഈ ജെൻസി കിഡ്സിനെ ഡേഞ്ചറസ് ജനറേഷനായിട്ട് കണ്ടേനെ. എന്തോ കാരണം കൊണ്ട് അതങ്ങ് വലിയ പ്രശ്നമില്ലാതെ അങ്ങ് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. അതും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻറ്റൻഷൻ പ്രശ്നം ഉണ്ടാക്കലല്ല, ഈ കേൾക്കാത്ത അല്ലെങ്കിൽ സംസാരിക്കാൻ സമ്മതിക്കാത്ത ഭരണകൂടത്തെ ഒന്ന് അലാം ചെയ്യുക, ഒന്ന് അലേർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അല്ല, അതിനപ്പുറത്തോട്ട് ഒരു ഉദ്ദേശം അവർക്കില്ല. അവർക്ക് പൊളിറ്റിക്സിൽ വരണമെന്നില്ല. ആൻഡ് ലിറ്ററലി ദി ഹേറ്റ് പൊളിറ്റിക്സ്. അവിടെ ഞാൻ കണ്ട ഒരു വലിയ ടാഗ് ലൈൻ എന്താണെന്നറിയോ? വി ആർ ഇൻ 2026, കീപ്പ് യുവർ റിലീജിയൻ പ്രൈവറ്റ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നത്തെ സമൂഹത്തിന് ഒന്ന് സമാധാനം വേണം, രണ്ട് അവർക്ക് പ്രോഗ്രസീവ് ഇന്ത്യനെയാണ് ആവശ്യം, നോട്ട് ദി പാസ്റ്റ് ഇന്ത്യ. അപ്പം അതുമാത്രമാണ് അവരുടെ നോട്ടം. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇനി എന്ത് പറഞ്ഞിട്ടും അവരുടെ അടുത്ത് വില പോവില്ല. അത് പറഞ്ഞാൽ മാത്രം പോരാ, അതിനുള്ള ക്ലിയർ റോഡ് മാപ്പ് അവർക്ക് വേണം. നോട്ട് ഈവൻ ഫ്രം ദ ഗവൺമെൻറ്, ഈവൻ ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ. ഇതൊക്കെ ഇവരുടെ മൈൻഡിലുണ്ട്. ഇവർക്കറിയാം നമ്മളെക്കാൾ വളരെ ഹൈ പ്രോസസ് വളരെ ചിന്തിക്കുന്ന യുവജനങ്ങളാണ് അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ ചെയ്യുന്നവരിലെ ഏറ്റവും വലിയ മണ്ടത്തരാണ്. ഈ പ്രാവശ്യത്തെ ഈ പാറ്റ സമരം തീർന്നത് ഒരു കേന്ദ്രമന്ത്രി രാജി വെച്ചതിലൂടെയാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി രാജി വെക്കണമെന്ന് ഇതിനു മുമ്പ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇവരും അവരുടെ ഒരു ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. രണ്ട്, ഈ നീറ്റിനോടനുബന്ധിച്ച് ആദ്യത്തെ പരീക്ഷാ പേപ്പർ ലീക്ക് കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലോ അവിടെ മറ്റോ ആണ്, എന്തോ രാജസ്ഥാനിലും ഇവിടെ രണ്ടിടത്ത് അങ്ങനെ എന്തോടത്താണ് ഈ ലീക്ക് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണ് എന്നുള്ള ഒരു സന്ദേശം ഇതിൽ കൂടി ഈ ഒരു സമരത്തിൽ കൂടി വരുന്നുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനത്തെപ്പറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വീഴ്ചയെപ്പറ്റി ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കോടതി പിടിക്കുന്നത് അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെയാണ്. ഒരിക്കൽ പോലും മന്ത്രിയെ സമൺ ചെയ്യാറില്ല. അതെ, മന്ത്രി കോടതി വരണമെന്ന് പറയാറില്ല. അതിന് അടുത്ത കാലത്ത് കേരളത്തിലാണേലും ഒരു ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ എങ്ങനെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കണ തീരുമാനമെടുത്തത് എന്താണെങ്കിലും മന്ത്രി, ആ വകുപ്പിൻ്റെ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കാം. പക്ഷേ
ബലിയാടായത് ഉദ്യോഗസ്ഥരാണ്. കോടതി പോയത് ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതിനൊരു മാറ്റമുണ്ടായി. ഇപ്പോൾ ഈ നയങ്ങൾ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും മന്ത്രിമാരാണ്. അതെ. അപ്പോൾ ഒരു ഭരണത്തിൻ്റെ വീഴ്ച അല്ലെങ്കിൽ ഭരണത്തിൻ്റെ മേന്മ അതിൻ്റെയൊക്കെ ഉത്തരവാദി മന്ത്രിയാണ് എന്നുള്ള ഒരു സന്ദേശം ഈ പാറ്റ സമരത്തിൽ കൂടെ വരുന്നില്ലേ? അതൊരു നല്ല ഒരു കാര്യമാണോ? സാർ, ഇതൊരു പുതിയ ഉദയമാണ് സത്യത്തിൽ. ഇറ്റ്സ് എ ന്യൂ സൺറൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും അവകാശം പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ഇത് വേറെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കോൺസ്പിറസി തിയറിയാണോ അതോ ഇപ്പോൾ ഭരിക്കുന്ന BJPയുടെ കോൺസ്പിറസി തിയറി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാറ്റം ഇപ്പം നമ്മൾ ഈ കണ്ടിട്ടുള്ള ഈ മന്ത്രിയുടെ റിസഗ്നേഷൻ ഇത് ഇനിയും തുടരും. കാരണം ഇതൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത ഒരു സോഷ്യൽ സിവിക് ആയിട്ടുള്ള പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇനി യുവാക്കൾ ഇറങ്ങും. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആവശ്യമില്ല. കാരണം അവർക്ക് എങ്ങനെ അൽഗോരിതം തിരിക്കണമെന്ന് മനസ്സിലായി. ഇതിവിടുന്ന് എത്ര അവരിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പെയ്ഡ് ക്യാമ്പയിൻ എത്ര നടത്തിയാലും അതിനെങ്ങനെ കമത്തി അടിക്കണമെന്ന് മനസ്സിലായി. ആ ഡൽഹി ഭാഗത്ത് നമ്മളന്ന് പ്രൊട്ടസ്റ്റ് നടന്ന സമയത്ത് അവിടെ ഇൻ്റർനെറ്റ് ഇല്ല, ഒരു കുഴപ്പമില്ല. അവിടെ എല്ലാവരും വന്ന് വീഡിയോ എടുത്തിട്ട് പോയി നെറ്റുള്ള സ്ഥലത്ത് പോയിട്ട് സംഗതി അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 10,000 മൊബൈൽ ഫോണ്, അതായത് 10,000 യൂട്യൂബ് ചാനലായി. ആരും ആവട്ടെ, ഇപ്പോൾ എനിക്കും ചാനൽ ഹോൾഡ് ചെയ്യാം, എടുത്തു. അപ്പം എനിക്കൊരു 500 പേരിലോട്ട് അത് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചില്ലേ? അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇപ്പം നടന്നത് ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ മൊമെൻ്റമാണ്. അതൊരു വലിയ തുടക്കമാണ്. അതായത് പഴയ ചെപ്പടി വിദ്യകൾ വെച്ചുകൊണ്ട് ഈ പിള്ളേരെടുത്തോട്ട് ചെല്ലാൻ പറ്റുകയില്ല. അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു താടിക്ക് തട്ടു. അതിനുള്ള കഴിവുമുണ്ട്, സാമർഥ്യം പിള്ളേർക്കുണ്ട്. ഇതാണ് ഈ മെസ്സേജിൻ്റെ ഇതാണ് ഏറ്റവും വലിയ മെസ്സേജ്. തീർച്ചയായിട്ടും കഴിവും സാമർഥ്യവും കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു പ്ലാൻ ചെയ്യാനുള്ള കഴിവ്, നടത്തിയെടുക്കാനുള്ള ഒരു ഉത്സാഹം, ഇതൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് മുതൽക്കൂട്ട് തന്നെയാണ്, രാജ്യത്തിന് മുതൽക്കൂട്ടാണ്. യുവാക്കൾ കഴിവുള്ളവരാണ്, പ്രാപ്തിയുള്ളവരാണ്, ഉത്സാഹമുള്ളവരാണ്. ഒരു അന്യായം കണ്ടാൽ അത് പ്രതിഷേധിക്കുന്നവരാണ്. അതിൻ്റെ ഒരു റിസൾട്ട് വരെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ജന്തർ മന്ദിറിൽ ഡൽഹിയിലാണ്, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വീഴ്ച, നീറ്റ് പരീക്ഷയുടെ വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഒരു തുടക്കവും അതിൻ്റെ ഒരു കാര്യം നടന്നത്. ഇതുപോലെ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ ലീക്കാവുന്നു. ഇപ്പോൾ തന്നെ അതിൽ ഒരു പ്ലാനിംഗ് ബോർഡിലേക്കുള്ള പരീക്ഷ നടത്തിയതിൽ അർഹരല്ലാത്തവർക്ക് നെപ്പോട്ടിസം, അത് നെപ്പോട്ടിസം വെച്ചാൽ കറപ്ഷൻ്റെ ഒരു ഫോമാണല്ലോ, അപ്പോൾ അഴിമതിയാണ് എന്ന് പറയുന്നു. വളരെ പണ്ടല്ല, ഒരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരു 2 സ്റ്റുഡൻറ്റ് ലീഡേഴ്സ്, ശിവരഞ്ജിത്തും ഒരു നിസാർ അങ്ങനെ ഒരു PSC പരീക്ഷയിൽ അവർക്ക് 1ാം റാങ്ക് ശിവരഞ്ജിത്തിന് കിട്ടി, മറ്റേ ആൾക്ക് 2ാം റാങ്ക് കിട്ടി. അതേസമയം അവർ കേരള യൂണിവേഴ്സിറ്റിയിലെ MA പരീക്ഷ എഴുതുമ്പോഴത്തേനും ഈ ഒരാൾക്ക് 0 മാർക്ക്, മറ്റേ ആൾക്ക് 4 മാർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നമുക്ക് ഊഹിക്കാമല്ലോ അത് എങ്ങനെയാണ് PSCക്ക് 1ാം റാങ്കും 2ാം റാങ്കും കിട്ടിയെന്നുള്ളത്. അതേസമയം കുറേയധികം ആൾക്കാർ, ഈ പറഞ്ഞ ജെൻസ് അല്ലെങ്കിൽ യുവാക്കൾ പുറത്ത് PSCയിൽ നിന്ന് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോകുന്നു. ഇവിടെയും ആത്മഹത്യകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മന്ത്രിമാരും അങ്ങനെ രാജിവെക്കണ്ടേ? നിസ്സംശയം രാജിവെക്കണം. ഇത് ഡൽഹിയിൽ മാത്രമല്ല, ഇതിവിടെ ഈ കൊച്ചിയിലും നടക്കാം, ട്രിവാൻഡ്രത്തും നടക്കാം, കോഴിക്കോടും നടക്കാം, എവിടെയും നടക്കാം. അപ്പോൾ ഇതിന് പറയുന്ന ഇത് നമുക്ക് വേണ്ടതൊരു ഈ പൊളിറ്റിക്കൽ അസൈലത്തിൽ നിന്നും നമ്മൾ രക്ഷ നേടണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് മുമ്പൊക്കെ ഈ ചോദ്യം ചെയ്യുന്നവനെ റിബലെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതെ, അതായത് അവൻ ഭയങ്കര റിബലാണ്. ആക്ച്വലി ചോദ്യം ചെയ്യുന്നവൻ റിബലല്ല, കാര്യം ചെയ്യുന്നത്, അതായത് ന്യായം ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നവരെയാണ് റിബലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ജെൻസി റിബലല്ലേ?
അവർ റിബലല്ല, അവരവരുടെ അവകാശത്തിനാണ് പോരാടിയത്. കേരളത്തിലും അത് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് തമിഴ്നാട്. ഇപ്പം ഞങ്ങളുടെ സ്ഥാപനം ഇരിക്കുന്നത് തമിഴ്നാട്ടിൽ തിരുപ്പൂരാണ്. അപ്പം ഇതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കൊല്ലം മുമ്പ് ഞങ്ങളൊരു പുതിയ ഫാക്ടറി ഞങ്ങൾ ലൈസൻസിന് പോയി. അപ്പോൾ ഞങ്ങളുടെ ഫാക്ടറി ലൈസൻസിൻ്റെ സൈസ് കാരണം അത് ചെന്നൈയിൽ നിന്ന് വേണം ലൈസൻസ് എടുക്കാൻ. അപ്പം ഒരു സ്ക്വയർ ഫീറ്റിന് 25 രൂപ കൊടുത്താലേ ഞങ്ങൾക്ക് ഫാക്ടറി ലൈസൻസ് കിട്ടൂ. ഇന്ന് ആ ഓഫീസ്, ഏതൊരു ഓഫീസറും ആവട്ടെ, വാ തുറക്കുകയില്ല, അവന് പേടിയാണ് കൈക്കൂലി വാങ്ങിക്കാൻ. അതെന്തേ? അത് പറ്റുമോ? ഒരു CM വന്നാൽ അതൊരു മൂവ്മെൻ്റാണത്. അത് മടുത്തട്ടാണത്. ആ കൈക്കൂലി കൾച്ചർ മടുത്തട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലികൾ അവകാശമായി മാറുന്ന ഒരു സാഹചര്യത്തിലോട്ട് ഗവൺമെൻറ്റും അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം മൂവ് ചെയ്തപ്പോൾ ജനങ്ങൾ തിരിഞ്ഞു എന്നുള്ളതാണ്. ഇന്നത്തെ തമിഴ്നാട് CMൻ്റെ വിജയം എന്താ? ജെൻസിയാണ്, യുവാക്കളാണ്. അത് പഴയ വോട്ട് ബാങ്കൊന്നുമല്ല. ഈ ജെൻസി മൂവ്മെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തമിഴ്നാട്ടിലുള്ള വേറൊരു BJP യുവ നേതാവ് അണ്ണാമലൈ പാർട്ടി മാറി. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം ചിന്തിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ എവിടെ എത്തുകയില്ല എന്നുള്ള കൃത്യമായ ബോധമുള്ളതുകൊണ്ടാണ്. അപ്പം നൈബറിങ് സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിലും അതൊക്കെ തന്നെയാണ് ഇനി കാണാൻ പോകുന്നത്. അതൊന്നും വിദൂരമല്ല. ആ ജെൻസിക്ക് വേണ്ടത് ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിനെയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മാസ്റ്റർ മൈൻഡിനെയാണ്. അതിനപ്പുറത്തോട്ട് അവർ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സെക്യൂർഡായിട്ട്, ദേ ഡോണ്ട് നീഡ് ലക്ഷറി. അതായത് അവർക്ക് ലക്ഷറി അത് വേണം ഇത് വേണം അങ്ങനെയൊന്നുമല്ല അവർ പറയുന്നത്. ഞങ്ങൾ എത്ര നാളും കഷ്ടപ്പെട്ടല്ലോ, വി ഷുഡ് ആൻസർ ടു ദാറ്റ്. അതുമാത്രമേ അവർ പറയുന്നുള്ളൂ.